സിനിമയിൽ ഒരുപാട് തിരക്കായി കഴിയുമ്പോഴത്തേക്ക് സ്വന്തം വീട്ടുകാരെ തന്നെ വേണ്ട പോലെ നോക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ എങ്കിലും നമ്മൾ പോലും അറിയാതെ ചില ബന്ധങ്ങൾ ഉണ്ടാവും. ചേച്ചി ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തിരുവനന്തപുരത്ത് വരാനും പിന്നെ പ്രത്യേകിച്ച് ഭരതേട്ടൻ പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ചേച്ചിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പങ്ക് വഹിച്ച രണ്ട് പേരുണ്ടല്ലോ, രാജിയും സന്തോഷും. അപ്പോൾ രാജിയെയും സന്തോഷിനെയും ഈ സമാഗമത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത ഘടകങ്ങളാണ്. ചേച്ചി എന്തെങ്കിലും സന്ദർഭം കിട്ടിയാൽ നിങ്ങളെപ്പറ്റി പറയാത്ത ദിവസങ്ങളില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്? അത് തുടക്കം ഞാൻ പറയട്ടെ. അതായത് അമ്മയുടെ അമ്മാവൻ്റെ മകളാണ് രാജിയുടെ അമ്മ. പക്ഷെ എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ആരുടെയും കുടുംബത്തിലൊന്നും അയക്കുക അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമയിലൊക്കെ ആയി മദ്രാസിൽ താമസമായി. അതിനിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു കത്ത് വന്നു. അപ്പോൾ മദ്രാസിൽ ഈ കത്ത് KPSC ലളിത എന്നെഴുതിയാൽ കിട്ടേണ്ട ഒരു കാര്യവും കാരണം തമിഴ് ഇതിലുള്ള ഇതിലല്ലേ. പക്ഷെ അവിടെ വരുന്ന പോസ്റ്റ്മാന് KPSC എന്ന് കണ്ട എൻ്റെ വീട്ടിൽ കൊണ്ട് തരും. ഇപ്പോൾ ആർക്കും ഉള്ളതാണെങ്കിലും ശരിയാണ്. അങ്ങനെ ഈ കത്ത് കൊണ്ടുവന്ന് തന്നു നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ആരാധികയാണത്. അതിൽ എൻ്റെ എല്ലാ സിനിമകളും കാണാറുണ്ട്. എനിക്ക് കൊച്ചിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇതാണ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് ലാസ്റ്റ് എഴുതിയിരുന്നു, ഇനി ഒരു കാര്യം ഞാൻ എഴുതുകയാണ്. ഞാൻ പറഞ്ഞു വന്നാൽ ലളിതയുടെ ബന്ധുവാണ് ഞാൻ. ലളിതയുടെ അമ്മയുടെ അമ്മാവൻ്റെ മകളാണ്. ആലപ്പുഴ KK നായർ ഡോക്ടറുടെ മകളാണ് ഞാൻ. ലീല എന്നാണ് എൻ്റെ പേര്. ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ചേട്ടൻ അച്ഛൻ അവിടെ ആയിരുന്നു ജോലി. അന്ന് തുടങ്ങിയ അപ്പോൾ എനിക്ക് ലീല ചേച്ചിയെ കാണണമെന്നായി. അപ്പോൾ ഇനി എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കണം, കാണണം. അങ്ങനെ ഞാൻ അന്ന് BTHലാണ് ഷൂട്ടിങ്ങിനൊക്കെ പോയി താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തീരെ ചെറുതാണ്. ആ സമയത്ത് തുടങ്ങിയ ബന്ധം ലീല ചേച്ചി ഞാനുമായിട്ട്. അങ്ങനെയാണ് കുടുംബം. പിന്നെ എൻ്റെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും TV ഒന്നും ഇല്ലല്ലോ. അപ്പൊ ലളിത ചേച്ചിയൊക്കെ കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പറയാനും വീട്ടിൽ വന്നിരുന്നു. അന്ന് രാജിയുടെ കൂടെ 2 ഫ്രണ്ട്സ് വരും, രാജിയുടെ സതിയും സുനന്ദ എന്ന് പറഞ്ഞിട്ട്. അവരും അതെ ഇപ്പം നമ്മുടെ നല്ല ഫ്രണ്ട്സാണ്. സന്തോഷിനെ എനിക്കുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അതിന് മുമ്പേ അറിയാം. അത് KPSC ഒരു സിനിമ എടുത്തിരുന്നു, മുഹൂർത്തം. നീലക്കണ്ണുകൾ, പിന്നെ ഏണിപ്പടികൾ, അത് കഴിഞ്ഞ് മുഹൂർത്തം ഇവരുടെ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അന്ന് തൊട്ട് എനിക്കറിയാം. RKVയുടെ വീട്ടിലായിരുന്നു അവിടെ ആ മ്യൂസിയത്തിൻ്റെ പുറയിലുള്ള. അപ്പോൾ ഇദ്ദേഹമാണ് അവിടെ മേൽനോട്ടമൊക്കെ ഈ പാർട്ടിയുടെ. അന്ന് തൊട്ട് എനിക്ക് സന്തോഷിനെ അറിയാം. പിന്നെ ഇവർ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തൊന്നും താമസിക്കാൻ തന്നെ കാര്യം ഇവരാണ്. ഞാൻ എറണാകുളത്തെല്ലാം വീടൊക്കെ നോക്കി എല്ലാം സെറ്റിലാക്കിയത്. അപ്പോഴാണ് ഒരു ദിവസം ഗണേശൻ പറഞ്ഞു ഇവിടെ ഒരു വീടുണ്ട് നമുക്കത്. അപ്പം ഞാൻ സന്തോഷിനോട് പറഞ്ഞു, സന്തോഷം ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് അറിയുന്നത്. എല്ലാം ഇവർ തമ്മിലാണ് നോക്കുന്നത്. എൻ്റെ മോളുടെ ചെക്കനെ കണ്ടുപിടിച്ചത് തന്നെ ഇവര്. എൻ്റെ കൂടെ അവിടെ താമസിക്കാൻ വന്നു പ്രോജക്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏൽപ്പിച്ചിരിക്കുക. ഇടയ്ക്കൊക്കെ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങും. മാറ്റാൻ പറ്റുന്നതല്ല. പുറത്തുനിന്ന് ആഹാരം കഴിക്കില്ല. അപ്പൊ വീട്ടിൽ വേണ്ടതാണ് എൻ്റെ വീട്ടിൽ നിന്നേ കഴിക്കുള്ളൂ. പുറത്തുനിന്ന് കഴിക്കണേ, പുറത്തുനിന്ന് വേറെ ഒന്നും കഴിക്കില്ല. അല്ല, ഒരു കാര്യം നിങ്ങൾ ചെയ്തൊരു അബദ്ധം എന്ന് പറയുന്നത്, തെറ്റെന്ന് പറയുന്നത് ചേച്ചിയെ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു വിട്ടതാണ്. വലിയ തെറ്റായിപ്പോയി. അതെന്താ വെച്ചാൽ, അല്ല ഇവിടെ ഒരു എൻ്റെ ഉൾപ്പെടെയുള്ള അനുഭവം എന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് വന്ന് ഒരു 5 കൊല്ലമൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ, 5 കൊല്ലം താമസിച്ചിട്ടില്ല, ആയില്ല, മിനിമം ഒരു 5 വർഷം താമസിച്ചാൽ ശ്രീപത്മനാഭൻ്റെ മണ്ണ് വാങ്ങിച്ച് ഇവിടെ വീട് വെക്കുന്നതാണ് നമ്മൾ ഒരുപാട് പേരുടെ ചരിത്രം പറയുന്നത്. ചേച്ചി മാത്രമേ അത് വ്യത്യസ്തമായിട്ട് ഓടിപ്പോയുള്ളൂ. പക്ഷെ പത്മനാഭന്റെ വേറൊരാളുണ്ട്, ഗുരുവായൂർ ഇരിക്കുന്നുണ്ട്. പുള്ളിയാ പറഞ്ഞ എന്നോട് ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. മാസത്തിലൊരിക്കൽ ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഓടി വരണ്ടേ എന്നെ കാണാൻ, അതുകൊണ്ട് വേണ്ട, പുള്ളിയോടെ കിടക്കട്ടെ, നമുക്ക് ഇനി വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, പാട്ടും കുത്തും ഫ്ലൂട്ടും ഒക്കെ ആയിട്ട് കൂടാന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ. അതുകൊണ്ട് വലിയ വ്യത്യാസം ഇല്ല. അതാണ് പോകാൻ മെയിൻ കാരണം. ആദ്യം ഞാൻ പരിചയപ്പെടുന്ന ശരിക്കും ഈ യുദ്ധകാന്ഡം ഷൂട്ടിംഗ്
കൊല്ലത്ത് ഞാൻ ദിവസം കോളേജിൽ പഠിക്കുക. ഇപ്പോൾ എൻ്റെ സഹപാഠിയായിരുന്നു മുകേഷ്. ഞങ്ങളെല്ലാവരും കൂടി ഷൂട്ടിംഗ് കാണാൻ പോയി. അന്ന് ശരിക്കും പരിചയപ്പെട്ടു. അതിനുശേഷം പിന്നെ ഈ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെ ഷൂട്ടിങ് സിനിമ ഈ മുഹൂർത്തങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ്. മുഹൂർത്തങ്ങൾ ഷൂട്ടിങ് 10-40 ദിവസം ഉണ്ടായിരുന്നു. 40-45 ദിവസം എൻ്റെ ഓർമ്മയിൽ.